നമസ്കാരം. നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ. പ്രായഭേദമന്യേ ആരാധകരുള്ള നടൻ. കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചെരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കാരുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശ്ശീലിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങളാണ്. ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ. കിരീടത്തിലെ സേതുമാധവനും, മൺചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും, ദശരഥത്തിലെ രാജീവ് മേനോനും, യോധയിലെ അശോകനും, ഭരതത്തിലെ ഗോപിയുമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം. മലയാളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം മോഹൻലാൽ കയ്യടി നേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം തുടരും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയാണ് ചിത്രം മുന്നേറുന്നത്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രം പ്രേക്ഷകരെ പൂർണ്ണ സംതൃപ്തരാക്കിയാണ് പുറത്തെത്തിക്കുന്നത്. സിനിമയുടെ മേക്കിങ്ങും മോഹൻലാലിന്റെ പെർഫോമൻസും എല്ലാം വലിയ കയ്യടി നേടുന്നു. പ്രൊമോഷനുകൾ ഒന്നും അധികം ഇല്ലാതെ എത്തിയ ചിത്രം തിയേറ്ററുകൾ സർപ്രൈസ് ഹിറ്റായി മാറുകയായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ആരാധകർ ഒന്നടങ്കം ആവേശത്തോടെ കൈയടിച്ചു കണ്ട ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരും. ചിത്രത്തിൽ പ്രമുഖ സംവിധായകനായി പി ചന്ദ്രകുമാറും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഏറെ കാലത്തിനു ശേഷമാണ് ചന്ദ്രകുമാർ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തുടരും എന്ന ചിത്രത്തിലെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവം, അതിനോട് മോഹൻലാൽ പ്രതികരിച്ച രീതിയും അദ്ദേഹം വെളിപ്പെടുത്തി. ഒരിക്കലും ഞാൻ തുടരും എന്ന ചിത്രത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ദിവസം അതിന്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് എന്നെ വിളിച്ചിരുന്നു. ചന്ദ്രേട്ട, ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. എന്റെ ഡയറക്ടർ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമയിലെ ഒരു റോൾ ചന്ദ്രേട്ടൻ ചെയ്താൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചു, എന്നെയോ? എന്താണ് അതിന്റെ കാരണമെന്ന്. മധുസാറിന്റെ 91ാം പിറന്നാൾ ആഘോഷത്തിൽ ഞാനും മോഹൻലാലും ഒപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ചാണെന്ന് തോന്നുന്നു എന്റെ രൂപം കണ്ടത്. ഞാൻ പറഞ്ഞു അവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് വിരോധമില്ലെന്ന്. അങ്ങനെ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട്, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അവർ തൊടുപുഴ ഷൂട്ടിങ്ങിലായിരുന്നു. താടിയൊന്നും പഠിക്കേണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞിട്ടേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. ഞാൻ പോകുമ്പോൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ മോഹൻലാലിന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു. ഈ തലമുറയിലെ ആർക്കും എന്നെ അറിയില്ല. അപ്പോൾ ലാൽ എന്നെ കണ്ടതും ഓടി വന്നു. ദേ ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അതൊന്നും പ്രതീക്ഷിച്ചില്ല. സാർ വരുമെന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെന്നാണ് ലാൽ പറഞ്ഞത്. നമുക്ക് കാരവാനിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. അപ്പോൾ തരുൺമൂർത്തി വന്നു. കണ്ടിട്ട് ഓക്കെ പറഞ്ഞു. ഞാൻ പോയി. അപ്പോൾ കാണാം സത്യനന്ദിക്കാട് എന്നെ വിളിക്കുന്നു. ചന്ദ്രൻ ഇപ്പോൾ തൊടുപുഴയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിരുന്നുവെന്ന്. ലാൽ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. സത്യേട്ട, ഒരു സസ്പെൻസ് ഉണ്ട്, പറയട്ടെ. സത്യേട്ടന്റെ ഗുരു ഇതാ എന്റെ അടുത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്റെ അടുത്ത പടത്തിൽ ലാൽ തന്നെയാണ് അഭിനയിക്കുന്നത്. ചന്ദ്രൻ വരണമെന്ന് സത്യൻ പറഞ്ഞു. ഹൃദയപൂർവ്വത്തിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കണ്ടിട്ട് ഞാൻ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ ഒരുപാട് പേർ എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് പേർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ്. കാരണം മധു, പ്രേം നസീർ ഒക്കെ വെച്ച് സിനിമ എടുത്ത് ആളാവുമ്പോൾ അവരെക്കാൾ മൂത്ത ആളാവണമല്ലോ. ആ ധാരണ മാറിയത് തുടരും റിലീസ് ആയപ്പോൾ ആണെന്ന് തോന്നുന്നു. സത്യമാണത്. പലർക്കും അറിയില്ല. ജീവിതത്തിൽ ഇങ്ങനെയും സംഭവിക്കണമെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് അഭിനയിക്കാൻ വൈകിയത് എന്നാണ്. പക്ഷെ എനിക്ക് അന്ന് അങ്ങനെ തോന്നിയില്ല. അന്നൊക്കെ അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത്ര ഡെഡിക്കേറ്റഡ് ആയി താല്പര്യം എടുത്തുകൊണ്ടാണ് സംവിധായകൻ ഓരോ സീനും ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇത്രയും വലിയ വിജയമാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവിടെ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. ഇന്നത് വേണം, ഇന്നത് എടുക്കണം എന്നൊക്കെ അവർക്കറിയാം. ഡബ്ബിങ്ങിൽ പോലും അടുത്ത് വന്ന് നിന്നാണ് ചെയ്യിക്കുന്നത്. തുടരും ലൊക്കേഷനിൽ നടന്ന കാര്യങ്ങൾ ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുകയായിരുന്നു. അതിൽ എനിക്കൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഒരു മഴയത്ത് കുടയും പിടിച്ചു നിൽക്കുന്ന സീനായിരുന്നു ആദ്യം തന്നെ എനിക്ക് കിട്ടിയത്. അത് അഭിനയിക്കാനായി മണിയൻപിള്ള രാജു ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുകയായിരുന്നു. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എനിക്ക് കുട കൊണ്ടു തന്നു. ഒരു പെൺകുട്ടിയാണ്. ഇത് പിടിച്ചു നിന്നോളൂ എന്നാണ് പറഞ്ഞത്. ഷോട്ട് കഴിഞ്ഞാൽ അത് താഴെയൊന്നും വെക്കരുത്, കയ്യിൽ പിടിച്ചോണം എന്നാണ് പറഞ്ഞത്. ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞ് മിണ്ടാതി നിന്നു. 2 മിനിറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും ആർട്ടിസ്റ്റ് ഓടി വന്ന് ആരാ നിങ്ങൾക്ക് ഈ കുട തന്നതെന്ന് ചോദിച്ചു. ഇത് ആർട്ടിസ്റ്റിനുള്ള കുടയാണെന്ന് പറഞ്ഞ് അത് വാങ്ങിപ്പോയി. ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേറെ കൂടെയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കീറിയ ഒരു കുട തന്നു. എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത്. പിന്നെ ബ്രേക്ക് ആയിരുന്നു. ഞാൻ കുട അവിടെ വെച്ച് ഊണ് കഴിക്കാൻ പോയി. ഞാനും മണിയൻപിള്ള രാജുവും ഒക്കെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. തിരിച്ചു വന്നപ്പോൾ കുട കാണാനായില്ല. അപ്പോൾ 3ാമത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു. കുട ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഡീലാക്കാം എന്നാണ് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല. ഈ ഡീലാക്കാം എന്ന് പറയുന്നത് അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. സംവിധായകൻ ഷോട്ട് റെഡിയായെന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പിന്നിലുള്ള ആളോട് കുട വാങ്ങി. നിങ്ങൾ എന്തായാലും ഷോട്ടിൽ കാണില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം ഫ്രെയിം എവിടെയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ അഭിനയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മണിയൻപിള്ള രാജു വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് എന്നെ അറിയില്ല. ഒരാൾ വന്നിട്ട് കുട നിലത്ത് വെക്കരുതെന്ന് പറയുന്നു. വേറൊരാൾ വന്നിട്ട് ഇത് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കുടയല്ലെന്ന് പറയുന്നു. പിടിച്ചു വാങ്ങുന്നു. 3ാമതൊരാൾ വന്ന് കുടയില്ലെന്ന് പറയുമ്പോൾ ഡീലാക്കാമെന്ന് പറയുന്നു. എല്ലാം പുതിയ കുട്ടികളായിരുന്നു. അവർക്ക് എന്നെയും അറിയില്ല, സിനിമയും അറിയില്ല. അവർ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എന്നെയും നോക്കിയത്. ഇത് മണിയൻപിള്ള രാജു പറഞ്ഞിട്ട് മോഹൻലാൽ അറിഞ്ഞു. മോഹൻലാൽ ചൂടായി. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുക? അവനെയൊക്കെ കാലിൽ വാരി നിലത്തടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടപ്പോൾ ചിരിക്കുകയാണ് ചെയ്തത്. തരുണിനോടും ഞാൻ പറഞ്ഞു ചിരിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം 15 വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ, ശോഭന ഒന്നിച്ച ചിത്രം കൂടിയാണ് തുടരും. മോഹൻലാലിന്റെ നടനെ നഷ്ടമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഞങ്ങളുടെ പഴയ ലാലേട്ടനെ ഇതിൽ കണ്ടു എന്നാണ് പലരും പറഞ്ഞത്. മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവരെന്നാകെ സംവിധായകൻ
തരുൺ മൂർത്തിക്ക് നന്ദി പറയുകയാണ്. ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയ സുനിലും തരുണും പ്രശംസ അറിയിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട്. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. നാളുകൾക്ക് ശേഷം മണിയൻപിള്ള രാജു മോഹൻലാലും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച കോംബോയായിരുന്നു മോഹൻലാൽ മണിയൻപിള്ള രാജു. കുട്ടിച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മണിയൻപിള്ള രാജു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു. ചിത്രത്തിന് ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും തന്നെ ആഴത്തിൽ സ്പർശിച്ചെന്നും സിനിമയിൽ ചേർത്ത് നിർത്തിയതിന് നന്ദിയെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തുടരും എന്ന ചിത്രത്തിന് ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും എന്നെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു. ഓരോ സന്ദേശവും അഭിനന്ദനത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ സ്പർശിക്കുന്നു. ഈ കഥയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നതിന്, അതിന്റെ ആത്മാവ് കണ്ടതിന്, അനുഗ്രഹപൂർവ്വം അതിനെ ചേർത്ത് നിർത്തിയതിന് നന്ദി. ഈ നന്ദി എന്റേത് മാത്രമല്ല, തങ്ങളുടെ സ്നേഹവും പരിശ്രമവും ഊർജ്ജവും ഒക്കെ ഓരോ ഫ്രെയിമുകളിലും പകർന്ന് ഈ യാത്രയിൽ എനിക്കൊപ്പം നടന്ന എല്ലാവരുടേതുമാണ്. M. രഞ്ജിത്ത്, തരുൺ മൂർത്തി, KR സുനിൽ, ശോഭന, ബിനു പപ്പു, പ്രകാശ് വർമ്മ, ഷാജികുമാർ, ജോക്സ് ബിജോയ്, പിന്നെ ഞങ്ങളുടെ ഗംഭീര ടീം. നിങ്ങളുടെ കലയും ആവേശവുമാണ് തുടരുമിനെ ഇന്ന് കാണുന്ന രീതിയിലാക്കിയത്. ഈ സിനിമ ശ്രദ്ധയോടെ, ഒരു ലക്ഷ്യത്തോടെ, എല്ലാറ്റിനുമുപരി സത്യസന്ധമായി നിർമ്മിച്ചതാണ്. അത് വളരെ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നത് കാണുന്നത് ഒരു പ്രതിഫലത്തേക്കാൾ കൂടുതലാണ്. അതാണ് യഥാർത്ഥ അനുഗ്രഹം. ഹൃദയപൂർവ്വം എന്റെ നന്ദി എന്നുമാണ് മോഹൻലാൽ കുറിച്ചത്.